ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സരസ്വതി തമ്പുരാട്ടി, എന്നെ തമ്പുരാട്ടിനൊന്നും വിളിക്കരുത്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീയല്ല. എന്നെ അമ്മിണിയമ്മ സരസ്വതി എന്ന് വിളിച്ചാ മതി. അതൊക്കെ ബുദ്ധിമുട്ടാ. ഈ കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞ് എന്റെ വാത്സല്യ തങ്കക്കുടവ. അമ്മൂമ്മയുടെ തക്കട് കിട്ടും. ഞങ്ങളിവിടെ എല്ലാരും ഒരുതരം ആഘോഷമായി, എപ്പോഴും ചിരിയും കലാപരിപാടികളും. സത്യം പറഞ്ഞ ഈ വീടൊരു ഉത്സവ പറമ്പ് അല്ലേടാ ജയ? അതെ അതെ അതെ. ഉത്സവ പറമ്പിൽ അടിയും പിടിയും കുത്തു നിലവിളിയൊക്കെ ഉണ്ടല്ലോ. രാധമ്പി എന്താന്നും മിണ്ടാ നിക്കുന്നേ? എന്താ രാധമ്മേ? അത് ഞാൻ പറഞ്ഞില്ലേ, ആ കുഞ്ഞമ്മ മരിച്ച സങ്കടത്തില്. ഏത് കുഞ്ഞമ്മ? കാര്യം അമ്മയോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ മാവേലിക്കരയിലെ കുഞ്ഞമ്മ. മാവേലിക്കരയിലെ കുഞ്ഞമ്മയാ? അവര് ചത്തിട്ട് 10-20 കൊല്ലായില്ലോ. എന്റെ കൂടെ നമ്മള് തരികളെല്ലാം പഠിച്ചല്ലോ. ഓ, ആ കുഞ്ഞമ്മ മരിച്ച കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അമ്മ ചായ എടുക്കാമേ? അടുക്കളയിലേക്ക് ഞാനും വരാം. ഈ അടുക്കള കാണൽ എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ. ആ ചടങ്ങ് നടത്തുമ്പോ ഇവിടെ ഉള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. അതിനാ ഞാനും അടുക്കളയിലേക്ക് വരാന്ന് പറഞ്ഞേ. പിന്നെ പ്രിയയുടെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം താഴെ വീണു. അതൊന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട് മാഡം വന്നാ മതി. അനിവാ, നിക്ക് നിക്ക്. ഞാനിന്ന് രാവിലെ മോൾക്ക് വേണ്ടി അമ്പലത്തിൽ പോയിരുന്നു. വഴിപാടും കഴിപ്പിച്ചു. ചേച്ചി കരയുന്നതായിട്ട് മുത്തശ്ശി സ്വപ്നം കണ്ടു. അതാ മുത്തശ്ശി രാവിലെ അമ്പലത്തിൽ പോയെ. സ്വപ്നമല്ലേ? അത് സത്യമല്ലല്ലോ. ഞാനേ എന്റെ കുഞ്ഞുമോളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടന്നേ. അതായിരിക്കും സ്വപ്നം കണ്ടത്.